പുറത്ത് നല്ല മഴയാട്ടോ. ഞാൻ എൻ്റെ വണ്ടിയിലിരിക്കുക. ഇരിക്കുന്നത് എന്തിനാണെന്നറിയാലോ, എനിക്ക് പേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ പേ പാർക്കിങ്ങിലെ പൈസയും വാങ്ങാം. ചിലർ വണ്ടി നിർത്തിയിട്ടേ ഒറ്റ പോക്കാ, KKPP കിട്ടി പോയാൽ പോയി. അപ്പോൾ ഇവിടെ ഇരുന്നാൽ എനിക്ക് എൻ്റെ ഷോപ്പും കാണാം. എൻ്റെ ഷോപ്പിലേക്ക് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അതും കാണാം. പിന്നെ എനിക്ക് വീഡിയോസും ചെയ്യാം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതിലിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്നത് ഈ ലേഡീസിനോടാണ്. ലേഡീസല്ല, ജെൻസും ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ഈ പിന്നെ ലൈസൻസ് ഇല്ലേ, ലൈസൻസ് വാങ്ങിയിട്ട് ലൈസൻസിന് ഇവർ കഷ്ടപ്പെട്ട് ലൈസൻസ് വാങ്ങിയെടുക്കും. എന്നിട്ട് വണ്ടി ഓടിക്കാതെ പേടിച്ചിരിക്കും. പേടിയാണോ എന്താണോ എന്ന് അവർക്കേ അറിയുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയെങ്കിൽ അത് നിങ്ങളെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്, വെറുതെ കിട്ടൂല. വെറുതെ ഒരാൾ ലൈസൻസ് എടുത്ത് തരില്ല. അപ്പോൾ ആ ലൈസൻസ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രൂഫ് ചെയ്ത ഒരു പ്രൂഫാണത്. ഇനി വേണ്ടിയത് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ മുന്നോട്ട് വരിക. ആക്സിഡൻറ്റും കാര്യങ്ങളും ഹെവി ഡ്രൈവേഴ്സിന് വരെ സംഭവിക്കുന്നില്ലേ? ഏതാളും പഠിച്ച് എത്ര വർഷം ഓടിച്ചോട്ടെ, എന്തായിക്കോട്ടെ, ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവാണ്. ചിലപ്പോൾ നമ്മളെ ഭാഗത്തുനിന്നാവും, അവരെ ഭാഗത്തുനിന്നാവും, സംഭവിച്ചെന്ന് നടക്കും. അത് ലോകത്തെ ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഓരോ അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഇല്ലേ? ചെറിയ കാര്യം മതിയല്ലോ. നമ്മൾ തിന്നുന്ന ഫുഡിൽ നിന്ന് വരെ നമുക്ക് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, രോഗം വരുന്നില്ലേ? അങ്ങനെ പേടിച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ എന്താ പറഞ്ഞാൽ, നിങ്ങൾ വണ്ടി പഠിച്ച് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് അതിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് വാഷിംഗ് സെൻറ്റർ നടത്തുന്നത്. എൻ്റെ ഫുൾ ധൈര്യം എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഇപ്പോൾ ഉറപ്പുള്ളത് ഈ ഒരു വണ്ടിയിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വാഷിംഗ് സെൻറ്ററൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റിസ്ക്കാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിലും ആരും കൈയും കാലും പിടിക്കണ്ട, നമുക്ക് പോവാം. എന്തൊരു സുഖമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു വണ്ടി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുക, അതിൽ പഠിക്കുക, അതിൽ ഓടിക്കുക. എന്നാലേ നടക്കൂ. ആരും നമുക്കങ്ങനെ വണ്ടി നാശാക്കാൻ തരില്ല. കാരണം എല്ലാവരും ഇത്രയും വില പിടിപ്പുള്ള സാധനമല്ലേ, ഇപ്പോൾ പഠിക്കാനൊന്നും ആരും തരില്ല. അല്ലെങ്കിൽ അതിനായിട്ട് ഉള്ളവരുണ്ടാവും. അപ്പം ഞാൻ മെയിൻ പറയുന്നത്, നിങ്ങൾ മുന്നോട്ട് പോവാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും പറ്റും. തീർച്ചയായിട്ടും ഞാനാ പറയുന്നത്.